ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു എ പുതിയ വീഡിയോ. ഇത് നിഫ്റ്റി സ്പോട്ട് ചാർട്ടാണ്. നിഫ്റ്റി സ്പോട്ട് ചാർട്ടിൽ പക്കയായിട്ടൊരു നിഫ്റ്റിയുടെ നല്ല മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെന്ന്. ഒരു പി സൈഡാണ്. രാവിലെ ഒരു സി കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു സപ്പോർട്ട് ഇവിടെ ബ്രേക്ക് ആക്കിയിട്ട് പിയിലേക്ക് കണ്ടിന്യൂ റൺ. അതും സ്ട്രഗിൾ ചെയ്തിട്ടുള്ള റണ്ണാണ്. പെട്ടെന്ന് വന്ന റണ്ണൊന്നുമല്ല. സ്ട്രഗിൾ ചെയ്തിട്ട് അടുത്തൊരു സപ്പോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. തൽക്കാലം ഇത്രേ ഉള്ളൂ നിഫ്റ്റിയുടെ സ്പോട്ട് പ്രകാരം സംസാരിക്കാനായിട്ട്. നമുക്ക് ആകെ 4 സ്ട്രൈക്ക് ഉണ്ടായിരുന്നത്. 2 നിഫ്റ്റിയിലത്തെ സ്ട്രൈക്കും 2 സെൻസസിലത്തെ സ്ട്രൈക്കും. 24,750 പി ആണ് നമുക്ക് രാവിലെ ഉണ്ടായിരുന്ന സ്ട്രൈക്ക്. പി സൈഡാണ് കേട്ടോ. നമുക്ക് ഫ്രീ ഗ്രൂപ്പ് ഉണ്ടായിരുന്ന ട്രേഡുകളെ കുറിച്ച് സംസാരിക്കാം. ഫസ്റ്റ് ഉണ്ടായിരുന്ന ട്രേഡ് ഒരു അഗ്രസീവ് എൻട്രി ആണ്. നിങ്ങൾക്കൊരു 6 പോയിൻ്റ് വ്യത്യാസത്തിനാണ് ആ ട്രേഡ് കിട്ടുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് മേ ബി എല്ലാവർക്കും എടുക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ അത് ഫസ്റ്റ് ട്രേഡാണ്. ഇന്നത്തെ ദിവസം ഫസ്റ്റ് ട്രേഡാണ് നിഫ്റ്റിയിലത്തെ അത്. അപ്പോൾ എടുക്കണവർക്ക് എടുക്കാം. അങ്ങനെ ഇപ്പോൾ അഗ്രസീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ പ്രോഫിറ്റ് വരില്ല എന്നൊന്നുമില്ല. പ്രോഫിറ്റ് അവിടെ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ട്രേഡ് ആണ് അതിൻ്റെ ഒരു പ്രശ്നമുള്ളൊരു ഏരിയ. രണ്ടാമത്തെ ട്രേഡ് കറക്റ്റായിട്ട് വന്നു. അത് അഗ്രസീവ് എൻട്രി ആണ്. രണ്ടാമത്തെ എൻട്രിയും അഗ്രസീവായിട്ട് മേ ബി നിങ്ങൾ എടുക്കാം. നിങ്ങളൊരു ഡിസ്കൗണ്ട് എൻട്രി ലിമിറ്റ് എൻട്രി ഒന്നും നോക്കില്ല. അഗ്രസീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഈസി ആയിട്ടുള്ളൊരു എസ് എല്ലാണ് രണ്ടാമത്തെ ട്രേഡിൽ വരിക. മൂന്നാമത്തെ ട്രേഡും എസ് എൽ തന്നെയാണ്. കണ്ടിന്യൂസ് എല്ലാണ് കേട്ടോ. രണ്ടാമത്തെ ട്രേഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ വലിയ ക്യാനിൽ വരുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം. അത് ചെയ്യണവരുണ്ടാവില്ല, ഞാൻ പറഞ്ഞത് മാത്രം. പിന്നെ കൊടുത്ത എൻട്രികളാണ് ഇതൊക്കെ. ഈ അടിയിൽ കിടക്കുന്ന പ്രൈസ് ഈ 135 എന്ന് പറഞ്ഞ പ്രൈസ് നമ്മൾ കോഴ്സ് പഠിച്ച സ്റ്റുഡൻസിന് ഞാൻ കൊടുത്ത ലെവലാണ് കേട്ടോ. അത് നമ്മളൊന്നൊരു ഗൂഗിൾ മീറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ലൈവ് ട്രേഡിംഗ് സെക്ഷനായിട്ടൊരു ഗൂഗിൾ മീറ്റ് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൊടുത്ത ലെവലാണ് അത്. പിന്നത്തെ ലെവലെന്ന് പറഞ്ഞാൽ ഓൾറെഡി ട്രേഡ് ഫസ്റ്റ് കിട്ടിയ ലെവലാണ്. റീ എൻട്രി എടുക്കാൻ പറ്റും. മൂന്നാമത്തെ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എൽ 2 വട്ടം പോയ സൈഡാണ്. അവിടെ എല്ലാവർക്കും എൻട്രി കിട്ടും. ലാസ്റ്റ് കൊടുത്ത 3 ട്രേഡ് ഫുൾ ടാർഗറ്റാണ്. 50 പോയിന്റ് വെച്ചിട്ടാണ് 3 ട്രേഡ് ലാസ്റ്റ് വന്നതാണത്. ബേസിക്കലി നിങ്ങളതൊക്കെ എങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അവിടുത്തെ കാര്യം. പിന്നെ നമുക്കുണ്ടായിരുന്നത് 81,100 പി ആണ്. 81,100 ഫസ്റ്റ് എൻട്രി ഒരു 82 പോയിൻ്റാണ്. അതായത് 1:2 ആണ് ഫസ്റ്റ് എൻട്രി വന്നത്. രണ്ടാമത്തെ എൻട്രി ഇതേപോലെ നമ്മുടെ സ്റ്റുഡൻസിന് കൊടുത്തിട്ടുള്ളതാണ്. പെയ്ഡ് ഗ്രൂപ്പിലല്ല, സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പുണ്ട്. അവർക്ക് ലൈവ് ചെയ്തപ്പോൾ ഞാൻ കൊടുത്ത എൻട്രിയാണത്. അത് 200 പോയിൻ്റാണ്. ഇനിയിപ്പോൾ ഫസ്റ്റ് എൻട്രി കിട്ടിയോടത്ത് റീ എൻട്രി വന്നിട്ടുണ്ട്. ആ റീ എൻട്രി 300 പോയിൻ്റ് പോയിട്ടുണ്ട്. നമുക്ക് 200 പോയിൻ്റാണ് ടാർഗറ്റ്. നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇറങ്ങാം. 300 പോയിൻ്റ് അത് പോയിട്ടുമുണ്ട്. സെൻസസിന് വലിയ സീനൊന്നുമില്ല. പിന്നെ ഉണ്ടായിരുന്ന 24,800 സി ആണ്. 24,800 സി ചെറിയൊരു പ്രോഫിറ്റ് കണ്ട ശേഷം 10 മിനിറ്റിൽ ഇത് ഇറങ്ങേണ്ട വരും. 24,800 സി. പിന്നെ സെൻസസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ടോട്ടൽ ഇത്രയും ട്രേഡുകളാണ് കിട്ടിയത്. ഒറ്റ സ്ട്രൈക്കിൽ തന്നെ ഒരു 4-5 ട്രേഡ് വന്നിട്ടുണ്ട്. ഫുൾ ടാർഗറ്റിൽ നല്ല രീതിക്ക് വന്നിട്ടുള്ള ആ ദിവസം കൂടെയാണ്. കണ്ടിന്യൂ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നന്നായിട്ട് ഹോൾഡ് ചെയ്തിരിക്കാൻ പറ്റുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ടാർഗറ്റ് എന്നുള്ള രീതിക്ക് നമുക്ക് ഇരിക്കാൻ പറ്റും. ടോട്ടൽ ഈ വീക്കിലത്തെ ലാസ്റ്റ് ഡേ ആണ്. ലാസ്റ്റ് ഡേ അത്യാവശ്യം നല്ല ലാസ്റ്റ് ട്രേഡുകൾ ഉണ്ടായിരുന്നു. ലാസ്റ്റ് കൊടുത്ത് 4 ട്രേഡ് ഫുൾ ടാർഗറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ നമുക്ക് ഈസി ആയിട്ട് പറ്റും. പിന്നെ ലെവൽസ്, ഞാൻ തന്ന ലെവൽസാണ് ഇവിടുത്തെ കാര്യം. നിങ്ങൾ കറക്റ്റായിട്ട് ആ ലെവൽസ് നോക്കിയിരിക്കുന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ രാവിലെ തന്ന ലെവലാണ്. അപ്പോൾ അവിടെ തന്നെയാണ് റീ എൻട്രി വരുന്നത്. അപ്പോൾ നമ്മൾ കുറേ സംസാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളവിടെ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. അത്രേ ഉള്ളൂ കാര്യം. പിന്നെ ഇന്ന് വേറെ ട്രേഡൊന്നും കൊടുത്തിട്ടില്ല. ക്രൂഡ് ഓയിൽ ആണെങ്കിലും ബി ടി സി ആണെന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് ചെയ്യുക. എസ് എൽ എകൾ കുറയ്ക്കുക, ടാർഗറ്റുകൾ കൂട്ടുക. ഇതൊക്കെയാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സജഷൻസ്. ലോഡ് മാനേജ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരു ലോഡിൽ ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു മാസം ഒരു ലോഡിൽ ചെയ്യുക. 2 ലോഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 2 ലോഡ് തന്നെ ഒരു മാസം ചെയ്യുക. അതിപ്പോൾ ഏത് പ്രീമിയം ആണെങ്കിലും 10 രൂപ പ്രീമിയം ആണെങ്കിലും 100 രൂപ പ്രീമിയം ആണെങ്കിലും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം. ആ ഒരു ലോട്ടിൽ, ആ ഒരു ലോഡ് മാനേജ്മെൻറ്റ് സ്ട്രക്ചറിൽ നിങ്ങൾ അങ്ങനെ തന്നെ പോകണം. അങ്ങനെയാണ് ഒരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് വരുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾ മാനേജ് ചെയ്യുക. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പോൾ അത്രയ്ക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ സബ്സ്ക്രൈബിലേക്ക് ഷെയർ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. ഇങ്ങോട്ട് ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലിലാണ് ഞാൻ ലെവൽസ് ഇടുക. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ജോയിൻ ആവുക. അവിടെയാണ് ഞാൻ മോർണിംഗിൽ തരുന്ന ലെവൽസ് ഇനി ഇടാൻ പോണത്. അതായത് നിങ്ങൾക്കിപ്പോൾ സ്റ്റോറീസിൽ കാണാൻ പറ്റും കുറച്ച് ലെവൽസ്. ഇനി സ്റ്റോറീസിലല്ല ലെവൽസ് വരെ. സ്റ്റോറീസിൽ ഇനി ടാർഗറ്റുകളേ വരുള്ളൂ. ലെവൽസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച കാണാം. ഓക്കെ, ബൈ.